അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജീപ്പിട്ടന്റെ മധുരവെപ്പ് ഫംഗ്ഷൻ ആണ് കേട്ടോ. 7 മണിക്ക് പൊങ്ങാനിരുന്നാണ്. ഇത് ഓൾമോസ്റ്റ് 7:15 ആവുന്നുണ്ട്. നമ്മളിത് എല്ലാം റെഡിയായി. നമ്മളിൽ ഒരു തമിഴ്നാട് സ്റ്റൈലിലാണ് ഇത് പരിപാടിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് അനേവർക്കും ഇന്ന് വ്ലോഗിലേക്ക് വണക്കം. കേൾക്കുന്നുണ്ടാവും. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. മൈക്ക് എവിടെയാവുമ്പോൾ എനിക്ക് ഇപ്പൊ തപ്പാൻ നേരമില്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫുൾ വ്ലോഗ് നമ്മൾ കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ എല്ലാവരും കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ ആങ്കർ കുട്ടി അന്ന. ഹായ് ഹായ് ഹായ്. അപ്പൊ അന്ന എല്ലാം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സിനിമയിടില്ലേ. അപ്പൊ അന്നയാണ് വന്ന പ്രോഗ്രാം എല്ലാം ആങ്കർ ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഉറപ്പീരിന്റെ ഫംഗ്ഷൻ അന്ന തന്നെയാണ് ആങ്കർ ചെയ്തത്. ഇനി എന്തെങ്കിലും അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അന്നെ വിളിച്ചാൽ മതി. കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതെന്റെ തമിഴത്തെ അമ്മയും തമിഴും മോനും. എല്ലാവർക്കും ഒരു തമിഴ്നാട് ലുക്ക് ആയതുകൊണ്ട് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഹായ്, എങ്ങനെയുണ്ട്? സുഖല്ലേ? അതെ അതെ, ഇവരുടെ അടിപൊളി ഡാൻസ് ഒക്കെ അതൊക്കെ ഞാൻ ഈശ്വര ഇറക്കുണ്ടാവും ഞണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. അപ്പൊ ഒരു പട്ടി എന്റെ മേമ തമിഴ്ത്തി வணக்கம் சொல்லுங்க. வணக்கம் சொல்லுங்க. நன்றி நன்றி. என்னோட டாடியா அண்ணா தமிழ்ல என்னன்னு പറയണ അമ്മ. ഇനി എന്നോട് മാമ അയ്യോ മാമല്ലേ, എന്നോട് അങ്കിൾ മാമ ഓടുന്നു. കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്താ ലുക്കല്ലേ, രണ്ടു പിന്നെ ഡിഗ്രി പിള്ളേരുടെ അപ്പനാണ്. പക്ഷെ ലുക്കിനൊരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. ഫൈനലി എന്നോട് മാമ വന്നിട്ടാങ്ങടാ. മാമ ഒന്ന് വെയിറ്റ് ചെയ്യും. മാമാവും ഞാനും വന്ന് ബ്ലൂ കളർ. ഇത് ബ്ലൂ തന്നെയാ. ഇത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അങ്ങനെ. ഹായ് പറ എന്നോട് തങ്കച്ചി അവർ തങ്കച്ചികൾ കറക്റ്റ്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറെ സുന്ദരികളൂടെ ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുകയാണ്. അതിന് വെക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഫൈനലി എന്നോട് മാമിയാർ വന്നിട്ടാങ്ക്. മാമിയാർ എന്താ മമ്മി? അഴകാണ് പെണ്ണ്, അഴകാണ് മാമിയാർ. 10 വയസ്സ് കുറഞ്ഞിടിച്ച്. അപ്പൊ ഇത് മാമിയാർ. ഇനി അതെന്റെ പെരിയമ്മ. ഇതിന് പഠിച്ചു പറഞ്ഞ തമിഴിൽ മുത്തിയമ്മ, പെരിയമ്മ. ഓക്കെ, ഇനി അളകാന അടുത്ത തങ്കച്ചികൾ വന്നിട്ടാങ്കേ. ഹായ് സലു. മെയിൻ താരത്തെയാണ് മെയിൻ അണ്ണാച്ചി. അപ്പോൾ എൻ്റെ സൗണ്ട് ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. അത് ഇത്തിരി ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാവുകയാണ്. ആദ്യം തന്നെ പ്രെയർ വീട്ടിൽ നിന്ന്. അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുവരും, നമ്മുടെ പാണ്ടിനേറ്റിലേക്ക്. അപ്പോൾ എല്ലാവരും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എല്ലാവരുടെയും ഡ്രസ്സിങ്ങും നമ്മുടെ ഡെക്കറും എല്ലാം കൂടെ ആകുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ഒരു തമിഴ് വൈബായി നമ്മൾ ശരിക്കും. ബാക്കി നമുക്ക് കാണാം കേട്ടോ. மதுரைக்கு போகாதடி, அங்க மல்லிப்பூ கண்ண வைக்கும். தஞ்சாவூர் போகாதடி, தல ஆட்டாம பொம்மணிக்கும். தூத்துக்குடி போனா சில கப்பல் கரை தட்டும். கொடைக்கானல் போனா அங்க மேகம்னு சுத்தம். அசருது ஊர் வந்தமா, அது என்ன അപ്പൊ തമിഴ് ലുക്കിലുള്ള ഒരാളെ നമുക്ക് വിളിച്ചാലോ? സെറ്റ് ആയിട്ട് വരുള്ളൂ. നല്ല റേഡി കൊടുക്കണം നിങ്ങള്. ചേട്ടന്റെ തങ്കച്ചില്ലേ, അൻപാട് തങ്കച്ചി.
அனைவருக்கும் வணக்கம். அப்போ நாம இங்க வந்துட்டு நம்முடைய ஜெய்குட்டன் அவர்களுடைய மதுரை வெப்பு ஃபங்க்ஷன் கொண்டாட போகிறேன். சரியா? நீங்க ரெடியா? അങ്ങനെ ഇതേ ചെറുക്കം നമ്മുടെ സ്റ്റേജിലെത്തി. അപ്പോൾ ഇനി ആദ്യം തന്നെ മധുരം കൊടുക്കൽ ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓർഡറിൽ മധുരം കൊടുക്കും. ആദ്യം അമ്മച്ചിയാണ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഡാഡി മമ്മി, പിന്നെ ഞങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള വലിയപ്പന്മാർ വല്യമ്മമാർ, അങ്ങനെ ഒരു ഓർഡറിലാണ് ഇനി മധുരം വെപ്പ് നടത്താൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഒരു വൈബല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇതിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, Cloud9 എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ തന്നെയുള്ളൊരു ഇവൻറ്റുകാർക്കായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് കേട്ടോ. അവരെ ആദ്യം തൊട്ട് തന്നെ എല്ലാത്തിനും നമ്മൾ പറയുന്ന ഐഡിയാസ് എല്ലാം അതേപോലെ നമുക്ക് എന്തുവാ ഇങ്ങനെ കേൾക്കും, എന്നിട്ട് അതിന് അവരുടെ സജഷൻസ് പറയും. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ജിൻസൺ ആണ് Cloud9ൻ്റെ ഓണർ. അപ്പോൾ ജിൻസൺ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമിനാണെങ്കിലും ഫുള്ളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേറ്ററിങ്ങിൻ്റെ ടീം പ്രൈഡ് കിച്ചൺ, തൃശ്ശൂർ തന്നെയുള്ള പ്രൈഡ് കിച്ചൺ, അവർ വൺ ഓഫ് ദ മെയിൻ കേറ്റേഴ്സാണ് തൃശ്ശൂരിൽ. അപ്പോൾ അങ്ങനെ അവർ എല്ലാവരുടെയും ഒരു ഹെൽപ്പ്, പിന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റംകാർ, അങ്ങനെ പിന്നെ നമ്മുടെ DJ ഉണ്ടായിരുന്നു, ചെണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നെ നമ്മുടെ അന്ന, ആങ്കറിങ് ചെയ്ത അന്ന. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ ഒരു എന്തുവാ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കോർഡിനേഷനാണ് കേട്ടോ സത്യത്തിൽ ഈ പ്രോഗ്രാം. കാരണം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു പാണ്ടി നൈറ്റ് നമ്മൾ കുറേ നാൾ മുന്നേ തൊട്ട് ആലോചിക്കുന്നതാണ് കേട്ടോ സത്യത്തിൽ. ഓരോ കസിൻസിൻ്റെയൊക്കെ കല്യാണം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും നമുക്ക് അങ്ങനെ ചെയ്താലല്ലേ, പക്ഷേ നമുക്കതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് നടത്താൻ പറ്റിയ സത്യത്തിൽ ഇപ്പോഴാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ഡ്രസ് കോഡ് പോലെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിലും ആ ഒരു തമിഴ് സോങ്സ് എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം നമ്മൾ മാക്സിമം നമ്മളെങ്ങോട്ട് പറ്റുന്ന നമ്മൾ ഒരു തമിഴ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കി കേട്ടോ. ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുൾ കളർഫുൾ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹാങ് ഓവറിൽ തന്നെയാണ് കേട്ടോ. ചെറുക്കനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോകും. தமிழ்னு வரணும், மலையாளத்துக்கு வரணும். இந்த தமிழ் பேசுறது ரொம்ப கஷ்டமா இருக்கு. ஏன்னா என் தம்பி இங்கே கொஞ்ச நாளாக இங்கே என் பக்கத்தில் தான் இருக்கேன். நான் முன்னாடி கேரளாவில் போயிருந்தேன். அந்த நாளில் எனக்கு ஒரு ஸ்ரீலங்கன் போஸ்ல கிடைச்சது. அதுக்கப்புறம் தான் நான் இந்த தமிழெல்லாம் பழக்கம் வந்துட்டேன், பேசி பேசி பழக்கம் வந்துட்டேன். அதனால என் தம்பிக்கும் நம்ம வரப்போகிற தம்பியோட பொண்டாட்டிக்கும் எல்லாவித ஆசம்சங்களும் நேர்ந்து கொள்கிறேன். അങ്ങനെ ഇതേ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഡാഡിയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ, February 6. അന്ന് തന്നെയാണ് നമ്മൾ മധുരം വെപ്പും വെച്ചത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഒരു കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേജിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം, ഇവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് മേടിച്ചു. ഫ്ലവർ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ബൊക്ക പോലെ ഞാൻ ഉണ്ടാക്കി, ഇങ്ങനെ ബൊക്കേനൊന്നും പറയത്തില്ല, വെറുതെ ആക്കി വെച്ചപ്പോൾ മമ്മി ചോദിച്ചത് എന്താണ്, ഞാൻ പറഞ്ഞാൽ അത് ജീവനെ വെൽക്കം ചെയ്യുമ്പോൾ കൊടുക്കാനാണെന്ന്. മമ്മി അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. സാധാരണ മമ്മി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും
നോട്ടിഫിക്കേഷൻ അടിക്കുന്ന. പക്ഷേ ഇത് ഞങ്ങൾ ഒരു ഹിൻഡ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റിയിട്ടോ. മമ്മിയുടെ ഭയങ്കര സർപ്രൈസ് ആയി പോയി. പക്ഷേ എല്ലാവരെയും മുന്നേഷിട്ട് അങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആയിരുന്നു. ആദ്യം ഞങ്ങൾ ഫെബ്രുവരി 7-നായിരുന്നു മധുരമേപ്പ് വെച്ചിരുന്നത്. അതായത് സാറ്റർഡേ സൺഡേ ഇതിൻ്റെ കല്യാണം. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് നമുക്ക് ഫ്രൈഡേ ആക്കാം, കാരണം ഒരു ദിവസം ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രൈഡേയിലേക്ക് വെച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ എന്തായാലും ഒരു വെഡിങ് ആനിവേഴ്സറി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേക്ക് എന്തായാലും മുറിക്കണം. അപ്പോൾ അത് നമുക്ക് മമ്മീനെ ഡാഡിനെ പറ്റിക്കണമെങ്കിൽ രാവിലെ മുറിക്കാം. അവർ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ സാധാരണ പോലൊരു കേക്ക് മുറിച്ചു. സാധാരണ ഞങ്ങൾ ആനിവേഴ്സറിക്ക് എന്താണോ വീട്ടിൽ രാവിലെ കേക്ക് മുറിക്കുക, പ്രാർത്ഥന, അതൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് പറഞ്ഞു ഒരു നോർമൽ കേക്കാണ് വാങ്ങിച്ചേ, കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം എന്തായാലും ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഈ കേക്കൊന്നും കഴിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രീം കേക്കൊന്നും വേണ്ട, ചെറിയൊരു നോർമൽ ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചിട്ട് മുറിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെ അതും വിശ്വസിച്ചു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പിന്നെ അതിനൊരു പൊന്നാടയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ അതൊക്കെ ഇടിച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ പ്ലാനിങ് ഞങ്ങളുടെ സക്സസ് ആയിരുന്നു സത്യത്തിൽ അന്ന്. അങ്ങനെ ഇതേ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അതിനൊരു ഗ്യാപ്പിലാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് പ്രോഗ്രാംസ് ഞങ്ങൾ കസിൻസിൻ്റെ എല്ലാം ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലായിട്ട് DJ കേട്ടോ, DJയും ചെണ്ടയും. പിന്നെ അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് നമ്മൾ നെയ്ച്ചോറും ബീഫും ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മധുരവെപ്പിൻ്റെ ഫംഗ്ഷൻസ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പാണ്ടി നൈറ്റ്? ഇപ്പോൾ പാണ്ടി നൈറ്റ് നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാണ്ടി നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി കാണണം, വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. சஞ்சாரி உன்னை எனக்கு நீ தாட்டி அதான் கணக்கு பூமேட்ட உர மணக்க கட்டி கடி ஆத்தாட்டி என்ன மின்னுக்கு ஆமாண்டி எல்லாம் எனக்கு நீ கூட்டி வாசம் கூட்டுக்க ஒத்துக்கடி பொடி நக்கலை வச்சுட்டு தவில அடிக்க பவழ மல்லிய கட்டிக்கவா, பவழ மல்லிய கட்டிக்கவா, நான் பவழ மல்லிய கட்டிக்க நங்க குத்தினமான கட்டிக்கிட்டு ஆசை புள்ளைய வச்சுக்கவா.